ക്യൂ ലൈവിൽ ഇപ്പോ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ പറയുന്നത്, അവർ പഠനം നിർത്തിയതോ ഇവിടുന്ന് പോയതൊന്നും അല്ല. അവർ കുറെ സമയം ഇപ്പൊ സെൽഫ് ലേണിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. കുറെ സമയം ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോ വീക്കിലി 2 ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫുള്ള് സെൽഫ് ആയിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1 hour ക്ലാസ്, ആ ക്ലാസ്സിൽ കറക്റ്റ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നല്ല എൻഗേജ്ഡ് ആയിട്ട് കുട്ടികൾ ഇരിക്കും. അപ്പൊ തന്നെ ആ പഠിപ്പിക്കുന്ന കറക്റ്റ് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിയാൽ അല്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യുന്ന ഒരു സമയത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രോബ്ലംസും ചെയ്യും. ഞങ്ങൾ ശരിക്ക് 1 year ഒക്കെ മുമ്പ് ക്യൂലൈ സ്പേസ് മൈൻഡിൽ ഇങ്ങനെ കണ്ട സമയത്ത് ഞങ്ങൾ കണ്ടൊരു വിഷൻ തന്നെയായിരുന്നു. ഇപ്പൊ എക്സാമിന്റെ തലേ ദിവസമൊക്കെ കുട്ടികൾ ക്ലാസ് ചോദിക്കുന്നതിന് പകരം കൂടുതൽ സമയം ക്യൂലൈ സ്പേസിൽ എൻഗേജ്ഡ് ആവുകയാണ്. ഇപ്പോ ഓരോ കുട്ടികളുടെ എത്ര സമയം യൂസ് ചെയ്തെന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടേം എക്സാമിനെല്ലാം ക്യൂലൈ സ്പേസിൽ ഏറ്റവും കൂടുതൽ സമയം അതിന്റെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. കൂടുതൽ സമയം എൻഗേജ്ഡ് ആയ കുട്ടികൾ, കൂടുതൽ സമയം ആക്ടിവിറ്റി ചെയ്ത കുട്ടികൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നല്ല റിസൾട്ടിലോട്ട് എത്തും. കുറെ ക്ലാസ് ഇങ്ങനെ കേൾക്കുക എന്നുള്ളതല്ലോ, സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒരുപാട് സമയം കുട്ടികൾ എൻഗേജ്ഡ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു ഞങ്ങളെ ഒരു ക്യൂലൈ സ്പേസ് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു വിഷൻ ആയിട്ട് കണ്ടിരുന്നത്.